അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ക്ലാസിഫിക്കേഷൻ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബൺ നാനോ ട്യൂബ് ബേസ്ഡ് ഓൺ ഓറിയന്റേഷൻ ഓഫ് ലാറ്റിസ്. അതായത് കാർബണിന്റെ അറേഞ്ച്മെന്റ്, അതിന്റെ സ്ട്രക്ചർ. കാർബൺ നാനോ ട്യൂബിലെ കാർബൺ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ അറേഞ്ച്മെന്റിനെയാണ് ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആ ലാറ്റിസിനനുസരിച്ച് മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നിൽ കാർബൺ എന്താണ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ആം ചെയർ, ഒരു ചാരു കസേര, ആം ചെയർ, കൈയുള്ള കസേരന്റെ ഷേപ്പിലാണ് വരുന്നത്. നമ്മൾ ഫോട്ടോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ആം ചെയറിന്റെ രൂപത്തിലാണ്, അതാണ് ആം ചെയർ എന്ന് പറയുന്നത്. ചിലത് സിഗ്സാഗ് രൂപത്തിലാണ്, മുകളിലോട്ട് താഴോട്ട്, മുകളിലോട്ട് താഴോട്ട്, അങ്ങനെ കാർബൺ അങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്. വേറൊന്നില് ഒരു അസിമെട്രിക് അറേഞ്ച്മെന്റ് ആണ്. അതായത് സിമെട്രിക്കൽ കാർബൺ ഒരു പ്രത്യേക രീതിയിൽ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് അല്ല കാർബൺ, ഒരു അൺസിമെട്രിക്കൽ അറേഞ്ച്മെന്റ് എന്നാണ് പറയുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് ആവശ്യമില്ല. അതാണെന്ത് കൈറാൽ എന്ന് പറയുന്നത്. കിറാൽ അല്ലെങ്കിൽ കൈറാൽ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ജസ്റ്റ് ഒന്ന് പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ബേസ്ഡ് ഓൺ ലാറ്റിസ് സ്ട്രക്ചർ ഓർ ഓറിയന്റേഷൻ ഓഫ് ലാറ്റിസ് ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 3. ഒന്ന് ആം ചെയർ, ആം ചെയറിന്റെ രൂപം. രണ്ടാമത്തെ സിഗ്സാഗ്, മൂന്നാമത്തത് കൈറാൽ. ഈ വേർഡ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബ്സിന് കുറേ പ്രോപ്പർട്ടികളുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. വളരെയധികം സ്ട്രോങ് ആണ്. എല്ലാ നാനോ മെറ്റീരിയൽസും അങ്ങനെ. കാർബൺ നാനോ ട്യൂബ് പറഞ്ഞ ഒരു നാനോ മെറ്റീരിയൽ ആണ് കേട്ടോ. അത് വെരി സ്ട്രോങ് ആണ്. വെരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ഇന്ന് അവൈലബിൾ ആയ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ പെടുന്നതാണ് ഇത്. ഓക്കെ, അതാണ് ഒന്ന്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇറ്റ് ഹാസ് വെരി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അതായത് വലിപ്പു ബലം എന്ന് പറയും. ഇപ്പൊ റബ്ബർ ബാൻഡിനെ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ ലെങ്ത് കൂടും. ഇനി ഒരു സ്റ്റീലിനെ വലിച്ചു കഴിഞ്ഞാലോ, അതേ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിന്റെ ലെങ്ത് കൂടുമില്ല. ഈ സ്റ്റീലിനാട്ടിൽ എത്രയോ ടൈംസ്, 100, 500, 1000 ടൈംസ് ഒക്കെ ഇരട്ടി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അതിന്റെ ലെങ്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ടെൻസൈൽ സ്ട്രെങ്ത്. വലിപ്പു ബലം കൂടുതലാണെന്ന് പറയാം. വളരെ ലാർജ് ഫോഴ്സ് കൊടുത്താൽ അതിന്റെ ലെങ്ത് ഒക്കെ നമുക്ക് അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. മൂന്നാമത്തത് വെരി ഹൈ യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ്. ടെൻസൈൽ സ്ട്രെങ്ത് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അതേപോലെ തന്നെ ഉള്ള വേറെ ഒന്നാണ് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. എന്താണ്? നമ്മളൊരു റബ്ബർ ബാൻഡിനെ വലിക്കുമ്പോൾ എന്ത് ചെയ്യും? വലിക്കുമ്പോൾ അതിന്റെ ലെങ്ത് കൂടും. ഇനി ഒരു സ്റ്റീൽ വലിച്ചു കഴിഞ്ഞാലോ ഇതിന്റെ ലെങ്ത് കൂടും. ഏതിനാണ് കൂടുതൽ കൂടുക? റബ്ബർ ബാൻഡിനാണ് കൂടുക കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്ന് പറയും. അതാണ് യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അതായത് ഒരു മെറ്റീരിയലിനെ ലെങ്ത് വൈസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റബ്ബർ ബാൻഡിനാണ് നിങ്ങൾ ഇങ്ങനെ ലെങ്ത് വൈസ്, അപ്പൊ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്നൊക്കെ ഉണ്ടല്ലോ, ലെങ്ത് വൈസ് ആയിട്ട് നിങ്ങൾ വലിക്കുമ്പം അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഇൻക്രീസ് ചെയ്യും. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇല്ലേ, അതാണ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയും. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയും. അപ്പൊ റബ്ബർ ബാൻഡിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യൂലേ, അതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ലെങ്ത് വൈസ് ആയതുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയും. അതിന്റെ ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് യങ്സ് മോഡുലസ്. യങ്സ് പറഞ്ഞ ഒരു സയന്റിസ്റ്റാണ്. അപ്പം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലാർജ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ഇൻക്രീസ് വളരെ കുറവാണെങ്കിൽ അതിന് യങ്സ് മോഡുലസ് കൂടുതലാണ് എന്ന് പറയും.
കേട്ടോ. അപ്പം നിങ്ങൾ ഈ ടേം മാത്രം ഓർത്താൽ മതി. യങ്സ് മോഡുലസ്. അപ്പോൾ യങ്സ് മോഡുലസ് ഉണ്ട്, റിജിഡിറ്റി മോഡുലസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ വേറെ ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കും. ഇവിടെ അതൊന്നും ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ അപ്പം ശരിക്കും സ്ട്രെസ് എന്താന്ന് പറയണം, സ്ട്രെയിൻ എന്താന്ന് പറയണം, അതിൻ്റെ ഡീറ്റെയിൽ പറയണം. ലോഞ്ചിറ്റ്യൂഡിനെ സ്ട്രെസ് ഉണ്ട്, അങ്ങനെ കുറേ സ്ട്രെസ്സുകളുണ്ട്. അങ്ങനെ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടി ആ പേര് മാത്രം, ആ ടേം മാത്രം ഓർത്താൽ മതി. ഒന്ന് വെരി സ്ട്രോങ് ആണ്, രണ്ടാമത്തത് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്, മൂന്നാമത്തത് എന്താണ്, വെരി ഹൈ യങ്സ് മോഡുലസ് ആണ്. ഓക്കെ. പിന്നെ ഇറ്റ് ഹാസ് വെരി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്, വളരെ കൂടുതലാണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ കടത്തിവിടാനുള്ള കഴിവ് വളരെ കൂടുതലാണ്, അല്ലേ? ഹീറ്റ് എനർജി. ഇപ്പം നമ്മളൊരു ഇരുമ്പ് കമ്പി ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു എൻഡ് ചൂടാക്കി കഴിഞ്ഞാൽ മറ്റേ എൻഡും ചൂടാവും. കാരണം എന്താണ്? അതെന്ത് ചെയ്യും? ഹീറ്റ് എനർജിനെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ചിലത് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും ഹീറ്റ് എനർജി. അങ്ങനത്തെ എന്താ പറയുക? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി എന്നാണ്. അപ്പോൾ കാർബൺ നാനോ ട്യൂബിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എന്താണ്? വെരി ഹൈ ആണ്. അടുത്തത് ഇറ്റ് ഹാസ് വെരി ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. ഞാൻ പറയാം, നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഇലക്ട്രിക്കൽ, അതായത് ഏറ്റവും നല്ല കണ്ടക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിൽവറും ഗോൾഡുമാണ്. പക്ഷെ സിൽവറിനും എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് സിൽവറിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ, ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സിൽവറിലൂടെ അല്ലെങ്കിൽ ഗോൾഡിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോണിന്റെ മൂവ്മെന്റിനെ തടസ്സപ്പെടും. ആ തടസ്സത്തിന്റെ എമൗണ്ട് ആണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാർബൺ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആറ്റങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, അല്ലെ? നമുക്കറിയാം നാനോ സൈസാണ്. അപ്പൊ അതിന്റെ വിഡ്ത്ത്, തിക്നെസ്, ഇപ്പൊ നാനോ വയർ നമ്മൾ എക്സാമ്പിൾ എടുക്കുക, അതിന്റെ ലെങ്ത് മാത്രമേ നാനോ അല്ലാത്തുള്ളൂ. പക്ഷെ അതിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും, അതായത് അതിന്റെ വിഡ്ത്ത് സൈസ് വളരെ കുറവാണ്. അപ്പൊ അതിന് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണെന്ന് പറയും. അതുകൊണ്ട് നാനോ വയറിലൂടെ വളരെ സ്പീഡിലായിരിക്കും ഇലക്ട്രിസിറ്റി പോവുക. പിന്നെ റെസിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ എന്താണ്, ഹീറ്റ് എനർജി ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി നഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പൊ സീറോ റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹൈ കേട്ടോ. അതുകൊണ്ട് തന്നെ വെരി ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് ഉണ്ടാവുക. അടുത്തത് ഇറ്റ് ഈസ് ലൈറ്റ് വെയിറ്റ്. വെയിറ്റ് വളരെ കുറവായിരിക്കും. ഡെൻസിറ്റി അബൌട്ട് 1/4 ഓഫ് സ്റ്റീൽ. ഡെൻസിറ്റിയും വളരെ കുറവായിരിക്കും. പിന്നെ വെയിറ്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കാരണം തിക്നെസ് ഒക്കെ വളരെ കുറവാണല്ലോ. ഓക്കെ. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടികൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്നെന്താണ് കേട്ടോ, ഇത് ഇപ്പൊ ടെൻസൈൽ സ്ട്രെങ്ത് എന്താണെന്നൊന്നും ഞാൻ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് വേറെ ടോപ്പിക്കിൽ വരും, അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ അതൊന്നും ആവശ്യമില്ല കേട്ടോ. ഒന്നാമത്തത് വെരി സ്ട്രോങ് ആണ് കേട്ടോ. രണ്ടാമത്തത് വെരി ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആണ്. മൂന്നാമത്തത് വെരി ഹൈ യങ്സ് മോഡുലസ് ആണ്. നാലാമത്തത് വെരി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. അഞ്ചാമത്തെ വെരി ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ്. ആറാമത്തത് വെയിറ്റ് വളരെ കുറവാണ്. ഡെൻസിറ്റി അബൌട്ട് 1/4 ഓഫ് സ്റ്റീൽ. ഡെൻസിറ്റി ഈസ് വളരെ കുറവാണ്. ഡെൻസിറ്റി വളരെ കുറവാണ് കേട്ടോ. അത്ര ഓർത്താൽ മതി. 1/4 എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, വളരെ കുറവാണെന്ന് പറഞ്ഞാൽ മതി. കാരണം 1/4 ഉള്ളതുണ്ട്, 1/5 ഉള്ളതുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 1/4 എന്നായി. അപ്പൊ 1/4 എന്നൊന്നും വേണ്ട. ഡെൻസിറ്റി ഈസ് വെരി ലോ എന്ന്. ഓക്കെ. അടുത്ത യൂസസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ്. ഒന്ന് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. അതിന്റെ ഡീറ്റെയിലും നമുക്ക് ആവശ്യമില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ അത് വെരി റിയാക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, സൈസ് വളരെ കുറവാണ്. സൈസ് കുറവാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിന് പല പല പ്രോപ്പർട്ടി വരും കേട്ടോ. അപ്പൊ സൈസ് ഇങ്ങനെ കുറയുമ്പോൾ അതിന്റെ റിയാക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നല്ല കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. കാരണം കാറ്റലിസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇവിടെ ഇല്ല. അപ്പൊ കാറ്റലിസ്റ്റ് സാധാരണ കാറ്റലിസ്റ്റിന്റെ സർഫസിലാണ് എന്ത് നടക്കുന്നത്? റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ സർഫസിലാണ് നടക്കുന്നത്. ഇപ്പൊ ഒരു സാധനത്തിന്, ഇപ്പൊ ഒരു മെറ്റീരിയൽസ് അത് പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ കാരണം എന്താണ്? ഇപ്പൊ രണ്ട് മെറ്റീരിയലാന്ന് വിചാരിക്കുക, രണ്ടും സോളിഡാന്ന് വിചാരിക്കുക.
അതിന് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻ സ്ലോ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിനെ പൊടിച്ചു കഴിഞ്ഞാൽ റിയാക്ഷൻ സ്പീഡായി നടക്കും. അതിൻ്റെ കാരണം എന്താണ്? ആ രണ്ട് റിയാക്റ്റൻറ്റും ടച്ച് ചെയ്യുന്ന ഏരിയ കൂടും. അപ്പോൾ ഇവിടെ നാനോ മെറ്റീരിയൽസിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ പ്ലാറ്റിനം ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ. അപ്പോൾ നമ്മളൊരു പ്ലാറ്റിനം എടുക്കുക, ഒരു പ്ലാറ്റിനത്തിൻ്റെ ഷീറ്റ് എടുക്കുക. അതിന്മേൽ ഹൈഡ്രജൻ ഗ്യാസും അതേപോലെ ഓക്സിജൻ ഗ്യാസും വെച്ച് കഴിഞ്ഞാൽ, ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാറ്റിനത്തിൻ്റെ സർഫസിൽ ഹൈഡ്രജനും ഓക്സിജനും വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ആണ്. അപ്പം ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും പ്ലാറ്റിനത്തിൻ്റെ സർഫസിൽ വന്നിട്ടാണ് റിയാക്ട് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒരു പ്ലാറ്റിനത്തിൻ്റെ ഒരു ഷീറ്റ് എടുക്കുക, എന്നിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഫില്ല് ചെയ്യുക. ഒരു കണ്ടെയ്നറിൽ പ്ലാറ്റിനം ഷീറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റിനത്തിൻ്റെ ഒരു കണ്ടെയ്നർ എടുക്കുക, അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഫില്ല് ചെയ്യുക. അപ്പോൾ അതിലെന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പ്ലാറ്റിനത്തിൻ്റെ സൈസ് കുറയ്ക്കുക. സൈസ് കുറക്കുമ്പം നേരത്തെ കിട്ടിയതിനാട്ടി കൂടുതൽ വാട്ടർ കിട്ടും. ഇനി ഈ പ്ലാറ്റിനത്തിൻ്റെ സൈസ് നാനോ സൈസ് ആക്കുക. എന്നിട്ട് നിങ്ങൾ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ 100% നമുക്ക് വാട്ടർ കിട്ടും. ഓക്കെ, നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും റൂം ടെമ്പറേച്ചർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ കിട്ടൂല. 1 കോടി വർഷം ഒരു കണ്ടെയ്നറിൽ ഹൈഡ്രജനും ഓക്സിജനും വെച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കൂല. പക്ഷെ പ്ലാറ്റിനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. കാരണം പ്ലാറ്റിനം ഒരു കാറ്റലിസ്റ്റാണ്. അപ്പം കാറ്റലിസ്റ്റ് എങ്ങനെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ. അപ്പം പ്ലാറ്റിനത്തിൻ്റെ സൈസ് കുറക്കുന്നു. അപ്പം നാനോ സൈസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് ക്യുക്കായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം സൈസ് വളരെ, എന്ത് സാധനവും സൈസ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുഡ് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ കാർബൺ നാനോ മെറ്റീരിയലും അങ്ങനെ തന്നെ. അപ്പം അതുകൊണ്ട് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ദേ ആർ യൂസ്ഡ് ആസ് മോളിക്കുലർ സൈസ് ടെസ്റ്റ് ട്യൂബ് ഫോർ ഡ്രഗ് ഡെലിവറി കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുക? മെഡിസിൻ എന്താ ചെയ്യുക? നമ്മൾ കഴിക്കുകയാണ് ചെയ്യുക. ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മരുന്ന് കഴിക്കും. അപ്പം നമ്മളുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും അസുഖം ഉണ്ടാകുക. അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എല്ലാം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവില്ല, ചിലത് ബോഡി മൊത്തത്തിലുണ്ടാവും, ഏതെങ്കിലും ഭാഗത്ത് അസുഖം വന്നൊന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരു മെഡിസിൻ കഴിക്കും. അപ്പം നമ്മൾ 500 mg ഒക്കെ ആണ് കഴിക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് എത്ര മതി? 1 നാനോഗ്രാം മതി. പക്ഷെ നമ്മൾ 500 mg ഒക്കെ നമ്മൾ കഴിക്കുക. അപ്പം 1 മില്ലിഗ്രാം, 1 നാനോഗ്രാം ഒക്കെ നമുക്ക് ആവശ്യമുള്ളൂ. പക്ഷെ പിന്നെ എന്തിനാണ് നമ്മൾ 500 mg മില്ലിഗ്രാം കഴിക്കുന്നത്? അതിന് കാരണം എന്താണ്? 500 mg കഴിച്ചാലേ ആ കറക്റ്റ് സ്പോട്ടിൽ 1 നാനോഗ്രാം ഒക്കെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 0.1 നാനോഗ്രാം ഒക്കെ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് 500 mg കഴിക്കുന്നത്. പക്ഷേ അതായത് നമ്മുടെ മില്ലിഗ്രാമിനെ നാനോഗ്രാം ആക്കി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് നാനോഗ്രാം ഉണ്ടാവും. അതിൽ 1 നാനോഗ്രാമേ ആവശ്യമുള്ളൂ, ബാക്കിയൊക്കെ എന്താണ്? ബോഡിയിൽ വേസ്റ്റായി കിടക്കുകയാണ്. അത് ബോഡിക്ക് കേടാണ്. പക്ഷെ നമ്മൾ എന്നാലും കൂടുതൽ കഴിക്കും. പക്ഷെ നാനോ ടെസ്റ്റ് ട്യൂബ് പറഞ്ഞൊരു ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. നാനോ സൈസ് പറഞ്ഞാൽ നമുക്കറിയാം സെല്ലിൻ്റെ സൈസാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു നാനോ മെറ്റീരിയൽസിൻ്റെ ഒരു ടെസ്റ്റ് ട്യൂബ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്മേൽ ഒരു ചിപ്പ് ഘടിപ്പിക്കും. ഒരു ചിപ്പ്, ആ ചിപ്പ് പ്രോഗ്രാമഡ് ആയിരിക്കും. എന്നിട്ട് മെഡിസിൻ ആ നാനോ ടെസ്റ്റ് ട്യൂബിൽ ഒഴിക്കും. എന്നിട്ട് അതിൽ ഒരു പ്രോഗ്രാമഡ് ചിപ്പ് വെക്കും. എന്നിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ആ കറക്റ്റ് സ്പോട്ടിൽ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ കൊടുക്കും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് മതി. പിന്നെ നാനോ മെറ്റീരിയൽസ് പറഞ്ഞാൽ സെല്ലിൻ്റെ സൈസാണ്. അതുകൊണ്ട് ബോഡിക്ക് അതങ്ങനെ ദോഷമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദേ ആർ യൂസ്ഡ് ആസ് മോളിക്യുലർ സൈസ്, മോളിക്യൂളിൻ്റെ സൈസ്, അതായത് വളരെ ചെറിയ സൈസ് കേട്ടോ. ടെസ്റ്റ് ട്യൂബ് ഫോർ ഡ്രഗ് ഡെലിവറി, മരുന്ന് കൊടുക്കാൻ മോളിക്യൂളിൻ്റെ സൈസുള്ള ടെസ്റ്റ് ട്യൂബ് ആയിട്ട് നമുക്ക് നാനോ മെറ്റീരിയൽസിനെ ഉപയോഗിക്കാൻ പറ്റും. അതായത് നാനോ മെറ്റീരിയൽസിനെ ചെറിയ ടെസ്റ്റ് ട്യൂബാക്കി മാറ്റുക, എന്നിട്ട് ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുക. അപ്പം കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മരുന്ന് കൊടുക്കാനും കറക്റ്റ് എമൗണ്ട് കൊടുക്കാനും പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.